ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് കിടിലൻ ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, എന്റെ ഡെയിലി ലൈഫിലുള്ള സംഭവം ഞാൻ ഇംഗ്ലീഷിലൊന്ന് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് പറയാണ്, എന്നിട്ടാണ് ഞാൻ അതിന്റെ മലയാളം പറയുന്നത് കേട്ടോ. നിങ്ങളും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഐ വോക്ക് അപ്പ് അറ്റ് 5 AM ടുഡേ. ആഫ്റ്റർ മൈ പ്രേയർ ഐ വെന്റ് ഇൻ ടു ദ കിച്ചൺ. എന്താ ഞാൻ പറഞ്ഞത്? ഐ വോക്ക് അപ്പ് അറ്റ് 5 AM ടുഡേ. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് അടുക്കളയിൽ കയറി. ആഫ്റ്റർ എന്നിട്ട്, അല്ലെങ്കിൽ പിന്നീട്, അതിനുശേഷം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ മൈ പ്രേയർ, എന്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഐ വെന്റ് ഇൻ ടു ദ കിച്ചൺ, ഞാൻ കിച്ചണിൽ കയറി. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിനിടയിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു എന്നാണ്. വൈൽ ഐ വാസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെ, വൈൽ ഐ വാസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗോട്ട് എ ഫോൺ കോൾ. വൈൽ ഐ വാസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഗോട്ട് എ ഫോൺ കോൾ. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിനിടയിൽ എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇറ്റ് വാസ് മൈ ഡോട്ടർ, അതിന്റെ മകളായിരുന്നു. വി ടോക്ക്ഡ് ഫോർ എ വൈൽ, ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. ബിക്കോസ് ഷി ഹാഡ് എ ക്ലാസ്, അതിന്റെ മകളായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു, കാരണം എന്താ? അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഷി കോൾഡ് മീ ഫ്രം ഹർ ഹോസ്റ്റൽ. ഷി കോൾഡ് മീ ഫ്രം ഹർ ഹോസ്റ്റൽ, അവൾ എന്നെ വിളിച്ചത് ഹോസ്റ്റലിൽ നിന്നാണ്. ഓക്കെ, ആ ഹോസ്റ്റലിൽ നിന്നാണ് അവൾ എന്നെ വിളിച്ചത്. Then I prepared lunch. എന്നിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കി. Then എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കി. Then I prepared lunch and by then it was already 9 AM. എന്നിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കി, അപ്പോഴേക്കും 9 മണി ആയിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ, പിന്നീട് അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. വൈൽ ഐ വാസ് ഓൺ മൈ വേ ബാക്ക് ഐ സഡൻലി റിമെമ്പേർഡ് ദാറ്റ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ ഫോൺ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്യാസ് സ്റ്റവ്. അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്ത്? എന്റെ ഫോൺ ഗ്യാസിന് മുകളിലാണ് വെച്ചത് എന്നുള്ളത്. ഓക്കെ, കഴിഞ്ഞു പോയൊരു കാര്യമാണ് കേട്ടോ. വൈൽ ഐ വാസ് ഓൺ മൈ വേ ബാക്ക് ഐ സഡൻലി റിമെമ്പേർഡ് ദാറ്റ് ഐ ഹാഡ് ലെഫ്റ്റ് മൈ ഫോൺ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്യാസ് സ്റ്റവ്. Until then I hadn't picked up my phone. അതുവരെ ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. Until then, അതുവരെ. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, എന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി. I woke up at 5 AM today. After my prayer, I went into the kitchen. I went into the kitchen. While I was making breakfast ഉണ്ടാക്കുന്നതിനിടയിൽ I got a phone call. ആരാണ് ആ ഫോൺ കോൾ ഉണ്ടായിരുന്നത്? It was my daughter. It was my daughter. അതെന്റെ മകളായിരുന്നു. We talked for a while. ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു. Because, കാരണം എന്താ? She had a class. അവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെ? ഇനി she called me from her hostel. അവളെന്നെ വിളിച്ചത് എവിടുന്ന? അവളുടെ ഹോസ്റ്റലിൽ നിന്നാണ്, അല്ലെ? ഇനി then I prepared lunch and by then it was already 9 AM. After that I went to the hospital. After that I went to the hospital. While I was on my way back, തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴാണ് I suddenly remembered that I had left my phone on top of the gas stove. ഗ്യാസ് സ്റ്റവിന് മുകളിൽ എൻ്റെ ഫോൺ വെച്ചത് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. Until then, അല്ലേ, അതുവരെ I hadn't picked up my phone. അതുവരെ ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഒരു വലിയ സെന്റൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ
പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നു, എന്നിട്ട് അടുക്കളയിൽ കയറുന്നു, അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങള്, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഒന്ന് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് പറയുക കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോന്റെ അഭിപ്രായം മസ്റ്റ് ആയിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ എപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താനാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.